ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അഗെയിൻ ഒരു റെസിപ്പി വീഡിയോ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ റെസിപ്പി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിറപ്പാണ്. ഇത് റമദാൻ ടൈമിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു സിറപ്പ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മിൽക്ക് ഷേക്കൊക്കെ അടിച്ചെടുക്കാൻ പറ്റും. പിന്നെയും ഒരുപാട് യൂസസ് ഉണ്ട്, അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റൊന്നുമല്ല, ഡേറ്റ് സിറപ്പാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിറപ്പാണിത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഷുഗറൊന്നും ആഡ് ചെയ്യാറില്ല. നമുക്കിത് വേണമെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് സ്വീറ്ററായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ കുട്ടികൾക്കൊക്കെ ഒരു ഹെൽത്തി സ്പ്രെഡ് കൂടിയാണ്, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. പിന്നെ ഇത് റെഡിമെയ്ഡ് അവൈലബിൾ ആണ്, പക്ഷേ ഞാനത് കൂടുതലും ഉണ്ടാക്കിയെടുക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഡേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്, നമുക്ക് കണ്ടു നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഡേറ്റ്സും വെള്ളം മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ ഡേറ്റ് സിറപ്പാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടത് 1.5 കിലോ ഡേറ്റ്സ് ആണ്. അത് കുരു കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. 1.5 കിലോ ഡേറ്റ്സിന് നമ്മൾ 2.25 ലിറ്റർ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ചുവട് കട്ടിയുള്ള പാത്രത്തിൽ നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുരു കളഞ്ഞിട്ടുള്ള ഡേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഡേറ്റ്സ് നമ്മൾ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഡേറ്റ്സ് ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ പതയൊന്ന് നമുക്ക് കോരിയെടുത്ത് മാറ്റാം. ഡേറ്റ്സ് നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ടൈമിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/2 മണിക്കൂർ നേരത്തേക്കാണ് നമ്മൾ തിളപ്പിച്ചിട്ടുള്ളത്. പക്ഷേ പല ടൈപ്പ് ഡേറ്റ്സിനും പല ടൈമാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഡേറ്റ്സിന് 30 മിനിറ്റ്സ് ആണ് ടൈം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇതിൽ നിന്ന് വെള്ളം എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ചീസ് ക്ലോത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിനി വേണ്ടത് ഇതിന്ന് കംപ്ലീറ്റ് വെള്ളം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. കംപ്ലീറ്റ് ഒരു ചീസ് ക്ലോത്ത് അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു സ്ട്രെയിനറിൻ്റെ മുകളിലേക്ക് ഇത് കെട്ടി വെക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് ബൗളിൽ വെള്ളം നിറച്ചിട്ടാണ് ഞാനിവിടെ വെക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ മെത്തേഡിൽ ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വെയിറ്റ് വെക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് വേഗം ലിക്വിഡ് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാനാണ്. അപ്പോൾ മാക്സിമം ലിക്വിഡ് കളക്ട് ചെയ്യുന്ന ടൈം വരെ നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും ലിക്വിഡ് നമ്മൾ അതിൽ നിന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലിക്വിഡ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ വീണ്ടും ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളിത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതൊരു വാട്ടറി കൺസിസ്റ്റൻസി വിട്ട് വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് നമ്മളിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. അതുപോലെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇതൊന്ന് തിക്കാവുന്ന ടൈമിൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. കാരണം ഇത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്നുകൂടി തിക്കറാകും. അപ്പോൾ ഞാനിതിവിടെ ഓൾമോസ്റ്റ് 1 അവർ തിളപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് 1 അവറിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. അതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഈ ഒരു തിക്നെസ് ആയിരിക്കില്ല ഇത് തണുത്ത് കഴിഞ്ഞാൽ. ഇത് കുറച്ചുകൂടി തിക്കാക്കും, കുറച്ചുകൂടി സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്ന് ചൂട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്റ്റിക്കി ആയിരിക്കും, അതുപോലെ നല്ല തിക്കറായിരിക്കും. ഈ ഒരു ഡേറ്റ് സിറപ്പ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ടി വരില്ല. നല്ലൊരു സ്വീറ്റ്നർ കൂടിയാണിത്. അതുപോലെ കുട്ടികൾക്ക് നല്ലൊരു ഹെൽത്തി സ്പ്രെഡ് കൂടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു കാര്യം, നിങ്ങളിത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 2 വീക്സ് വരെയാണ് ഞാനിത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് ജാറിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ യൂട്ടൻസിൽസ് ഇതിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, വെറ്റായിട്ടുള്ള യൂട്ടൻസിൽസ് യൂസ് ചെയ്യരുത്. പിന്നെ ഞാൻ സ്റ്റോർ ചെയ്തിരുന്നത് റെഫ്രിജറേറ്ററിലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുമെന്നും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.